ആന്ധ്രയിലെ ഏലൂരിൽ നിന്ന് കോടമ്പക്കത്തേക്ക് വണ്ടി കയറുമ്പോൾ വിജയലക്ഷ്മി എന്ന പെൺകുട്ടി ഒരിക്കലും കരുതിയിരിക്കില്ല ഒരു കാലഘട്ടത്തിലെ യൗവനത്തിന്റെ മുഴുവൻ സ്വപ്നനായിക എന്ന പദവിയിലേക്കാണ് താൻ കയറി ചെല്ലുകയെന്നത്. വെള്ളം മാത്രം തിളയ്ക്കുന്ന വീട്ടിൽ അല്പം അരി എത്തിക്കുക എന്നത് മാത്രമായിരുന്നു ആ പെൺകുട്ടി കണ്ട അന്നത്തെ ഏറ്റവും വലിയ സ്വപ്നം. അതിന് അവളുടെ മനസ്സിൽ കണ്ട മാർഗം മാത്രമായിരുന്നു വിജയലക്ഷ്മിക്ക് കോടമ്പക്കത്തെ സിനിമാ സെറ്റുകൾ. കാലം വിജയലക്ഷ്മിയെ സ്മിതയാക്കി മാറ്റി. പിന്നെ അവൾ സിൽക്ക് സ്മിത എന്ന മാദക കന്യകയായി മാറി. മാദകത്വം തുളുമ്പുന്ന ശരീരവും വശ്യമായ മിഴികളും ആ നോട്ടവും 80കളിലെ യുവാക്കളുടെ ഉറക്കം കെടുത്തി. പെട്ടെന്ന് ഒരു ദിവസം ആരോടും യാത്ര പറയാതെ അവൾ ഒറ്റയ്ക്ക് യാത്രയായി. ജീവിതം നൽകിയ നോവുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ആ പെൺകുട്ടി കണ്ടെത്തിയ വഴി മരണമായിരുന്നു. പേരും പ്രശസ്തിയും പണവും ജീവിതത്തിന്റെ ഭാഗമാക്കിയ അവൾ എന്തിനായിരിക്കും തൻ്റെ 36ാമത്തെ വയസ്സിൽ ആരോടും പറയാതെ മരണത്തിലേക്ക് നടന്നകന്നത്? ആ ചോദ്യത്തിന്റെ ഉത്തരം തേടുകയാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുൻപ് ഒരു ചോദ്യം: നിങ്ങൾക്ക് സിൽക്ക് സ്മിതയെ ഇഷ്ടമാണോ? അവർ അഭിനയിച്ച ഏതു കഥാപാത്രമാണ് നിങ്ങൾ ഇന്നും ഓർക്കുന്നത്? ഉത്തരം എന്തുതന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കാമത്തിന്റെ പ്രതീകമായിരുന്നില്ല സ്മിത. അവളോടൊപ്പം കിടക്ക പങ്കിടാൻ മാത്രമായിരുന്നില്ല 80കളിലെയും 90കളിലെയും യൗവനം ആഗ്രഹിച്ചത്. അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ പോലും ആഗ്രഹിച്ച എത്ര പേർ അന്ന് ജീവിച്ചിരിക്കണം? സിൽക്ക് സ്മിതയ്ക്ക് ഒരു ജീവിതം നൽകാൻ മോഹിക്കാത്തവർ ആരുമില്ലായിരുന്നു. അവൾ കടിച്ച ആപ്പിൾ എത്ര തുക കൊടുത്തും സ്വന്തമാക്കാൻ മടിയില്ലാത്തവർ അന്ന് ജീവിച്ചിരുന്നു. സ്മിതയുടെ മരണം അവരെയൊക്കെ വല്ലാതെ തളർത്തി. സ്വന്തമാണെന്ന് കരുതിയ ആരോ എന്നേക്കുമായി നഷ്ടമായിരിക്കുന്നുവെന്നാണ് അവരെല്ലാം അന്ന് കരുതി കാണുക. ആന്ധ്രാപ്രദേശിലെ എലൂർ ജില്ലയിലെ കൊവ്വാലി ഗ്രാമത്തിൽ 1960 ഡിസംബർ 2-ന് വഡ്ലപതി രാമല്ലു സരസമ്മ ദമ്പതികളുടെ മകളായിട്ടാണ് സ്മിത എന്ന വിജയലക്ഷ്മി ജനിച്ചത്. പട്ടിണിയും ദാരിദ്ര്യവും മാത്രം മണക്കുന്ന ആ വീടിനുള്ളിലായിരുന്നു അവളുടെ ബാല്യം. സ്മിതയെ സ്കൂളിൽ പറഞ്ഞയച്ചെങ്കിലും കുടുംബത്തിലെ അവസ്ഥ കാരണം അവൾക്ക് പഠനം ഉപേക്ഷിക്കേണ്ടതായി വന്നു. പ്രായത്തേക്കാൾ കൂടുതൽ ശരീര വളർച്ചയുണ്ടായിരുന്ന സ്മിതയെ പെട്ടെന്ന് വിവാഹം ചെയ്തയക്കാനായിരുന്നു വീട്ടുകാരുടെ തീരുമാനം. അങ്ങനെ അവൾ വിവാഹിതയാവുകയും ചെയ്തു. പക്ഷേ ഭർത്തൃഗ്രഹത്തിലെ ജീവിതം അവളെ പിന്നെയും ശ്വാസം മുട്ടിച്ചു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അവൾ ആ വീട് വിട്ട് എന്നേക്കുമായി ഇറങ്ങിപ്പോയി. ആന്ധ്രയിൽ നിന്ന് ഒരു ബന്ധുവിന്റെ കൂടെയാണ് വിജയലക്ഷ്മി 70കളുടെ മധ്യത്തിൽ കോടമ്പക്കത്തേക്ക് എത്തുന്നത്. ഒരു നടിയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു സ്മിതയുടെ തുടക്കം. പ്രായത്തെ മറച്ചു പിടിക്കുന്ന അവളുടെ രൂപഭംഗി ക്യാമറ കണ്ണിൽ പതിഞ്ഞതോടെയാണ് അവളുടെ തലവര മാറിയത്. ആ രൂപം സിനിമയ്ക്ക് പാകമാണെന്ന് ചിലർ കണ്ടെത്തി. അതോടെ വിജയലക്ഷ്മിയുടെ ജീവിതം അവസാനിച്ചു. പിന്നീട് ലോകം കണ്ടത് സ്മിതയുടെ ഉദയമായിരുന്നു. സിനിമയിലെ ചെറിയ വേഷം ചെയ്ത അവൾ അവിടെ ജീവിച്ചു പോന്നു. ഒരിക്കൽ AVM സ്റ്റുഡിയോയ്ക്ക് സമീപത്ത് വെച്ച് സ്മിതയെ കണ്ട സംവിധായകനും നടനുമായ വിനു ചക്രവർത്തിയാണ് സിനിമയിൽ സ്മിതയുടെ ഗുരു. അദ്ദേഹമാണ് വിജയലക്ഷ്മി എന്ന ആന്ധ്രാക്കാരിയെ സിനിമയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയത്. വിജയലക്ഷ്മിക്ക് സ്മിത എന്ന പേര് നൽകിയതും വിനു ചക്രവർത്തി തന്നെ. ഇംഗ്ലീഷിൽ പ്രാവീണ്യമില്ലാതിരുന്ന സ്മിതയ്ക്ക് വിനു ചക്രവർത്തിയുടെ ഭാര്യ കർണയാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ചത്. കർണ തന്നെ ഡാൻസും അഭിനയവും പഠിപ്പിക്കാൻ സൗകര്യമൊരുക്കുകയും ചെയ്തു. ഇണയെ തേടി എന്ന മലയാള ചിത്രത്തിലൂടെയാണ് സിൽക്കിന്റെ അരങ്ങേറ്റം. തുമ്പോളി കടപ്പുറം, അഥർവം, നാടോടി എന്നീ മലയാള ചിത്രങ്ങളിലും വേഷമിട്ടു. 1980-ൽ തമിഴിൽ പുറത്തിറങ്ങിയ വണ്ടിച്ചക്രം എന്ന ചിത്രമാണ് സ്മിതയുടെ സിനിമാ കരിയറിൽ ബ്രേക്കായത്. ആ ചിത്രത്തിലെ കഥാപാത്രത്തിന് ഡയറക്ടർ നൽകിയ പേര് സിൽക്ക് എന്നാണ്. വളരെ മോശം സ്വഭാവമുള്ള സിൽക്ക് എന്ന കഥാപാത്രം പിന്നീട് സ്മിതയുടെ പേരിന്റെ കൂടി ഭാഗമായി മാറി. സ്മിത അങ്ങനെ സിൽക്ക് സ്മിതയായി പരിണമിച്ചു. വണ്ടിച്ചക്രം വൻ ഹിറ്റായതോടെ സ്മിതയെ തേടി നിരവധി അവസരങ്ങളും എത്തി. പക്ഷേ എല്ലാം സമാന രീതിയിലുള്ള കഥാപാത്രങ്ങളായിരുന്നു എന്നു മാത്രം. പിന്നീട് 1982-ൽ പുറത്തിറങ്ങിയ രജനീകാന്ത് ചിത്രം മുണ്ട്രു മുഖമാണ് സിൽക്ക് സ്മിതയുടെ കരിയറിൽ വഴിത്തിരിവായി മാറിയത്. ആ ചിത്രത്തോടെ സൗത്ത് ഇന്ത്യൻ സിനിമയിലെ മാദക സൗന്ദര്യമായി സ്മിത വാഴ്ത്തപ്പെട്ടു. ഒരു പാട്ടിൽ സ്മിതയുണ്ടെങ്കിൽ ചിത്രം ഹിറ്റാണെന്ന് സിനിമാ ലോകത്ത് സംസാരങ്ങൾ വരെ വന്നു. അത് ഒരു കണക്കിന് സത്യം തന്നെയായിരുന്നു. വെള്ളിത്തിരയിലേക്ക് സ്മിത കടന്നു വന്നാൽ ആളുകൾ സിനിമ കാണുമെന്ന് സിനിമാക്കാർക്ക് മനസ്സിലായി. ബാറുകളിലെ ക്യാബറേകളിൽ സ്മിതയും അഭിലാഷയും ജ്യോതിലക്ഷ്മിയുമെല്ലാം സ്ഥിരം സാന്നിധ്യമായി മാറി. എന്നാൽ മറ്റു നടിമാരെ പിന്തള്ളി ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ സ്മിത ജനമനസ്സുകളിലേക്ക് കുടിയേറി. നൃത്തരംഗങ്ങളിലും നായിക വേഷങ്ങളിലും സിൽക്ക് സ്മിത കടന്നു വന്നു. ചില ചലച്ചിത്ര നിരൂപകരും ചരിത്രകാരന്മാരും പത്രപ്രവർത്തകരും അവളെ സോഫ്റ്റ് പോൺ നടി എന്നാണ് അന്ന് വിശേഷിപ്പിച്ചത്. ഗ്ലാമർ വേഷങ്ങളിൽ തളയ്ക്കപ്പെട്ടെങ്കിലും മറിച്ചുള്ള ചിത്രങ്ങളിൽ സ്മിതയുടെ അഭിനയവും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. താരം ചെയ്ത പല കഥാപാത്രങ്ങളും നിരൂപക പ്രശംസ നേടുകയും ചെയ്തു. 1980കളിൽ ഏറ്റവും തിരക്കുള്ള താരങ്ങളിൽ ഒരാളായി അങ്ങനെ സ്മിത മാറി. നിർമ്മാതാക്കൾ അവരുടെ ഡേറ്റ് വാങ്ങിയ ശേഷം സിനിമയുടെ ഷൂട്ടിംഗ് തുടരേണ്ട സാഹചര്യം വരെ പ്രശസ്തി വളർന്നു. അത്രയ്ക്കായിരുന്നു സ്മിതയുടെ ആരാധക മൂല്യം.
സിനിമാ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും വ്യക്തി ജീവിതത്തിൽ എവിടെയൊക്കെയോ സ്മിത ഒറ്റപ്പെട്ടു പോയിരുന്നു. തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്കാണ് താരം യാത്ര ചെയ്തിരുന്നതെങ്കിലും വ്യക്തിബന്ധങ്ങൾ വളരെ കുറവായിരുന്നു സ്മിതയ്ക്ക്. പൊതുവെ പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരിയും എന്തും വെട്ടിത്തുറന്നു പറയുന്ന സ്വഭാവവും സ്മിതയ്ക്ക് സിനിമാ മേഖലയിൽ ശത്രുക്കളെ ഉണ്ടാക്കി കൊടുത്തു. സിനിമ പോലെ സുന്ദരമായിരുന്നില്ല സിൽക്കിന്റെ ജീവിതം. സിനിമയിൽ അവരെ ആരാധിച്ചിരുന്നവർ കപട സദാചാരം പറഞ്ഞ് അവരെ എപ്പോഴും പുറത്തു തന്നെ നിർത്തി. മാനസിക സംഘർഷം പലപ്പോഴും സ്മിതയെ മദ്യപാനിയാക്കി മാറ്റി. അപ്പോഴേക്കും വിഷാദം അവളിലേക്ക് ചേക്കേറിയിരുന്നു. 1996 സെപ്റ്റംബർ 23 സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു മരണവാർത്ത പുറത്തുവരുന്നു. യുവാക്കളുടെ ഉറക്കം കെടുത്തിയ ആ മാദകത്വം ഒരു മുഴം കയറിൽ ചെന്നൈയിലെ തൻ്റെ വീട്ടിൽ വെച്ച് ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ തൂങ്ങി മരണമെന്ന് രേഖപ്പെടുത്തിയെങ്കിലും സ്മിതയുടെ പെട്ടെന്നുള്ള മരണത്തിൽ പല ദുരൂഹതകളും ഉയർന്നിരുന്നു. സിനിമാ നിർമ്മാണത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക നഷ്ടം, വിഷാദരോഗം തുടങ്ങിയ പല കാരണങ്ങൾ പലരും നിരത്തിയെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് അവൾക്ക് സംഭവിച്ചതെന്ന കാര്യം ഇന്നും അജ്ഞാതമാണ്. സിനിമ ഉള്ള കാലം വരെ സിൽക്ക് സ്മിത എന്ന സുന്ദരി നമ്മുടെ മനസ്സിലുണ്ടാകും. ആരെയും ഒറ്റ നോട്ടത്തിൽ മയക്കുന്ന അവളുടെ കണ്ണുകളിലേക്ക് നോക്കാതെ നമുക്ക് എങ്ങനെയാണ് സ്ഫടികം എന്ന സിനിമ കണ്ടു തീർക്കാൻ കഴിയുക? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.